അപ്പോൾ നമ്മുടെ യാത്ര കൂർഗയിലേക്കാണ്. കൂർഗയിലേക്ക് പോകുന്നൊരു വൈവാണിത്. റോഡിങ്ങനെ വളഞ്ഞ് ചുരത്തിലേക്കൂടെ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോകുമ്പോൾ ആ കാണുന്നൊരു കാട് പ്രദേശങ്ങളാണിത്. എന്ത് മനോഹരമാണ് കാണാനോ. ആ കാട്ടിലേക്കൂടി ഇങ്ങനെ പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് കണ്ടുപെടാം കുരങ്ങുകളും മൃഗങ്ങളും ഓരോ ജീവികൾ. എത്ര നല്ല മനോഹരമായൊരു കാഴ്ച. നമ്മളിങ്ങനെ പോയി നല്ലൊരു കാഴ്ച തന്നെ ഈ കാട്ടിലേക്കൂടി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എത്തിപ്പെട്ട ഒരു ഹോട്ടൽ, നല്ലൊരു അടാറ് വൈബ് ഹോട്ടൽ. കാണാൻ നല്ല ഭംഗിയും നല്ല സ്വാദിഷ്ടമുള്ള ഫുഡുകളും നല്ല ടേസ്റ്റും. ഇത്ര നല്ലൊരു മനോഹരമായ നല്ല വൃത്തിമനാരം ഉള്ളൊരു നല്ല വൃത്തിയുള്ള നല്ല സേവിങ്സ് ചെയ്യുന്ന സ്റ്റാഫേഴ്സും മൊത്തം കൂടിയിട്ടുള്ള ഒരു ഹോട്ടൽ. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ചെറിയൊരു ഷോപ്പിങ്ങും ഉണ്ട്. എല്ലാ മരുന്നുകളും ഐസ്ക്രീമും ലൈസും എല്ലാ ഐറ്റംസും അടങ്ങിയൊരു ഷോപ്പുണ്ട് ഇവിടെ. കാണാൻ എന്തൊരു മനോഹരമാണെന്നോ. ഓരോ സാധനം നമുക്ക് അവിടുന്ന് വേണം പർച്ചേസ് ചെയ്യാം. ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ട് വരുമ്പോൾ നമുക്ക് കണ്ടിട്ട് ആസ്വദിക്കാം, പർച്ചേസ് ചെയ്യാം. പിന്നെ ഓരോ ഐറ്റംസിൻ്റെ ഓരോരോ രൂപങ്ങൾ ഉണ്ടാക്കി നിർമ്മിച്ച് വെച്ചത് ഇത്ര മനോഹരമാണ്. നമ്മൾ പണ്ട് കാലത്തെ കുറേ ചട്ടികളും കുടുക്കകളും എല്ലാം ഉണ്ട് ഇവിടെ. അതിമനോഹരമായൊരു സ്ഥലം തന്നെ കൂർഗയിലേക്ക് പോകുന്നത്. ഇത്ര നല്ലൊരു വൃത്തി. കുറേ ബുക്സുകളും കുറേ ഐറ്റംസും ചോക്ലേറ്റ്സും എല്ലാം ഉണ്ട്. അടുത്തൊരു ലക്ഷ്യം വെച്ചൊരു സ്ഥലത്ത് നമ്മൾ എത്തി. കാണാൻ നല്ലൊരു മനോഹരമായൊരു കാഴ്ച തന്നെ. നോക്കും, ഇത്ര നല്ലൊരു മനോഹരം പേരുന്നു. ഇതൊരു സൂ ആണ്. ഈ സൂവിലേക്ക് പോകുന്നത് നമ്മൾ മറ്റേ പാലം കയറി നടന്നിട്ടാണ്. പാലം കയറി നടന്നിങ്ങനെ പോകുമ്പോഴാണ് കാണാൻ എത്ര മനോഹരം ഭംഗി. നോക്കൂ, നിങ്ങൾ പോയി കാണും. ഇത്ര മനോഹരമായൊരു പാലം കണ്ടോ. ഈ പാലത്തിലേക്കൂടി ഇങ്ങനെ നടന്ന് ലാസ്റ്റാണ് ഇതിൻ്റെ എൻഡിലെത്തുന്നത്. ഇവിടുത്തെ താഴോട്ട് നോക്കുമ്പോൾ പുഴകളും മത്സ്യങ്ങളും ഒക്കെ ഒരടങ്ങിയൊരു പുഴ. എന്ത് നല്ലൊരു കാഴ്ച തന്നെയെന്നോ. ഇത് കാണുമ്പോഴുണ്ടല്ലോ ഇത്ര നല്ലൊരു വ്യൂ തന്നെ. പുഴകളും കാണുമ്പോൾ എനിക്ക് ഒത്തിരി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കാഴ്ച, ഈ ഒരു സ്ഥലം. കാണേണ്ട ഭയങ്കരമായൊരു സ്ഥലം തന്നെ. ഫുള്ളും കുറേ ഫുള്ള് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഫുള്ളും മുളനെ കൊണ്ട് കുറേ തരത്തിലും കുറേ ഷേപ്പിലെല്ലാം മുളച്ചിട്ടും വളർന്നിട്ടൊക്കെ നിൽക്കുന്ന രൂപങ്ങളും എന്തൊക്കെയോ കാണാൻ ഇരിക്കുന്നത്. ഫുള്ള് കാട് പ്രദേശം അതിൻ്റെ ഉള്ളിൽ. ഇത്ര നല്ലൊരു മനോഹരമായ കാട് പ്രദേശം. എത്ര നടന്നിട്ടും നമുക്ക് അവിടെ എത്തുന്നില്ലല്ലോ. പാലം തീരുന്നില്ല. അപ്പം നമ്മൾ താഴത്തിറങ്ങി, പാലത്തിൻ്റെ താഴത്ത് അവിടെ നിന്ന് ഒത്തിരി പേരുകൾ ഇങ്ങോട്ട് നടന്നു വരികയാണ്. എല്ലാവരും ഒന്ന് ഏഡ് ചെയ്ത നല്ലൊരു മനോഹരമായ ഒരു കാഴ്ച തന്നെ. ഇത്ര നല്ലൊരു മനോഹരം. നമ്മളെ ടീംസ് ഹായ് ഷേക്ക് ഒക്കെ കാണിക്കുന്നത് ഇത്ര മനോഹരമായിട്ട്. ഇത് നമ്മളൊരു ടീം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാണിക്കുകയാണ്. ഇതാണ് അവിടുത്തെ ആരാധനായ ദൈവം. പിന്നെ കുറേ സ്കൂൾ വിദ്യാർത്ഥികളുണ്ട് ഇവിടെ. ഇത്ര മനോഹരമായ കുട്ടികളിങ്ങനെ ഹലോ ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട്, ടാറ്റയൊക്കെ പറയുന്നുണ്ട്. കുട്ടികളെ വിചാരം ഞാൻ യൂട്യൂബറാണെന്നാണ് വിചാരം. ഇതിൻ്റെ മനോഹരമായ കുറേ കാഴ്ചകൾ. പിന്നെയും കുറേ ചോക്ലേറ്റ്സും ഐറ്റംസൊക്കെ അടങ്ങിയതാണ്. കുറേ കാടാണ്. ഇതൊരു കാടിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇത്ര നല്ലൊരു മനോഹരമായ കാഴ്ച എന്നോ. ഇത്ര നല്ലൊരു മനോഹരമായ കാഴ്ച ഏടി കിട്ടില്ല ഈ ഒരു വ്യൂ. ഇങ്ങനെ നടന്ന് ഈ കാട്ടിനുള്ളിൽ നടന്ന് കുറേ ചോക്ലേറ്റ്സും ഐറ്റംസൊക്കെ അടങ്ങിയ ഒരു സ്ഥലത്താണ് ഉള്ളത് ഇപ്പോൾ. ഇത്ര നല്ല മനോഹരമായ കാഴ്ച എന്നോ. കുറേ മരങ്ങളും കുറേ ചെടികളും ഇത്ര ഒടുങ്ങിയൊരു ഏരിയയാണ്. ഇതെന്താണ് സംഭവം തന്നെ നമുക്ക് മനസ്സിലായി. ഇപ്പോഴും കുട്ടികൾ കുറേ വന്നുകൊണ്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കുട്ടികൾ ടാറ്റ പറയുന്നുണ്ട്, കുറേ കുട്ടികൾ ആക്ഷൻ കാണിക്കുന്നുണ്ട്. ആരാണ് എന്താണ് ചോദിക്കാൻ അവർക്ക് സമയമില്ല. പക്ഷെ അവരും വേറെ ഭാഷയാണ്, നമ്മളും വേറെ ഭാഷയാണ്. പക്ഷെ എന്തെന്ന് പറഞ്ഞാൽ കുട്ടികളൊരു സന്തോഷമുണ്ടല്ലോ നമ്മളെ മനസ്സിലുണ്ട്. ഇത്രയും നല്ലൊരു വ്യൂ തന്നെ. ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അകത്ത് കയറി ഫുള്ള് കാണുന്നത് മുളയാണ്. മുളേനെ കൊണ്ട് പല രൂപങ്ങൾ, കളിമണ്ണ് കൊണ്ട് കുറേ രൂപങ്ങൾ, കുറേ നിർമ്മങ്ങൾ, കോൽക്കളി കളിക്കുന്നത്, വടിയോട് കോൽക്കളി. പിന്നെയും കുട്ടികൾ വരുന്നുണ്ട്. കുട്ടികൾ ഒരു ലോഡ് ഇവിടെ ഏത് ഏരിയ പോയാലും അവിടെ തന്നെ കുട്ടികളും ഇഷ്ടംപോലെ ഉണ്ട്. കുറേ കോൽക്കളി കളിക്കുന്ന ഒരു രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു സൂവിൻ്റെ അകത്തൊരു വ്യൂ ആണ്. ലൈറ്റില്ലാണ്ട് ഇരുട്ടത്ത് ഇത്രയും മനോഹരമായ ഒരു കാഴ്ച തന്നെ. ഫുള്ളും മുളകൾ,
മുളനെ കൊണ്ടുള്ള എല്ലാ രൂപങ്ങളും, നല്ലൊരു ക്ലൈമറ്റും, നല്ലൊരു എന്താ പറയുക, അവിടെ ഇരിക്കാൻ ആസ്വദിച്ചിരിക്കാൻ നല്ല കാറ്റും, നല്ലൊരു ക്ലൈമാക്സ്. ഇത്ര നല്ല മനോഹരമായ ക്ലൈമാക്സ് സ്ഥലം എവിടെയും കിട്ടില്ല. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുമ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് വന്നിട്ട് ഇവിടെ ആസ്വദിക്കാനോ പിന്നെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനോ ഒക്കെ പറ്റിയൊരു സ്ഥലമായിരുന്നു ഇത്. അതിമനോഹരമായ ഒരു സൂ തന്നെ. എന്ത് നല്ല മനോഹരമായ കാഴ്ച എന്നോ നോക്കൂ. ഫുള്ള് എവിടെ നോക്കിയാലും കണ്ണുമ്പോൾ കാണുന്നത് മുള തന്നെ. മുളയില്ലാത്ത രൂപങ്ങളില്ല, പല തരത്തിലും പല മോഡലും. അടുത്തൊരു കോലിക്കളി, അടുത്ത് വൈറ്റ് ഷർട്ടിലിട്ടിട്ട് കോലിക്കളി ടീം കളിക്കുന്ന ഒരു രൂപം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഒത്തിരി നല്ലൊരു മനോഹരമായ ഒരു കാഴ്ച തന്നെ, കാണേണ്ട തന്നെ ഈ വ്യൂ. ഇത്ര നല്ലൊരു മനോഹരമായ വ്യൂ എവിടെയും കിട്ടില്ല. ഇത് വേറെ സ്കൂളിലെ വിദ്യാർത്ഥികളും ഇതേപോലെ ക്ഷയിക്കാനും ഹായൊക്കെ കാണിക്കുന്നു. ഇതൊരു സൂവിൻ്റെ ഒരു പേരാണ്, അതിമനോഹരമായൊരു പേര്. സ്ഥലത്തിൻ്റെ മേലെ കയറി നിന്നിട്ട് എടുത്ത വ്യൂ ആണ്. നോക്കൂ, കുട്ടികളിങ്ങനെ വരുന്നതും പോകുന്നതും എന്ത് നല്ല മനോഹരമായൊരു കാഴ്ച തന്നെയാണ്. ഇതൊരു മരത്തിൻ്റെ മേലൊരു കുടിൽ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് ആസ്വദിക്കും. ഇവിടെ നോക്കും, മാൻ. ഞാൻ നെറ്റ് കെട്ടുവാനൊക്കെ കൃത്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു മാൻ, ഇതാണ് സംഭവം ഞാൻ പറഞ്ഞ കുടിൽ. അതിൻ്റെ അകത്ത് കയറി മേലെ നിന്നിട്ട് ആരെ വ്യൂവും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. കാണാൻ നല്ലൊരു മനോഹരമായ ഒരു കാഴ്ച തന്നെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് കാണണം. എന്ത് നല്ല ക്ലൈമറ്റെന്നോ. മൊത്തത്തിൽ ഫുള്ളും മൂടിക്കെട്ടിയത്. താഴെ പുഴയുണ്ട്. എല്ലാവരും താഴേക്ക് ഇറങ്ങി പുഴയിൽ പോയി ആസ്വദിക്കുകയും കാല് വെച്ച് ആസ്വദിക്കുകയും കുളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇപ്പം കുട്ടികളിങ്ങനെ പോയിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുക. പല സ്കൂളിൽ നിന്നും കുട്ടികൾ ടൂർ വന്നിട്ടുണ്ട് ഈ ഏരിയക്ക് കാണാൻ വേണ്ടി. അതും നല്ലൊരു മനോഹരമായ ഒരു കാഴ്ച കാണാൻ വേണ്ടി. ഇത്ര നല്ലൊരു കാഴ്ച തന്നെ. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ്, ടൈം പാസിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം. ഇങ്ങനെ നടന്ന് ആസ്വദിക്കാനോ ടൈമിങ്ങനെ കളയാനോ ഈ ഒരു സ്ഥലത്തൊന്നും അങ്ങനെ ടൈമിങ്ങനെ പോകുന്നത് അറിയത്തില്ല. രാവിലെ കയറി വൈകിട്ട് ഇറങ്ങിയാൽ മനസ്സിലാവും. ഇത്ര നല്ലൊരു വെയിലുണ്ടെങ്കിൽ